പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും ശ്രേഷ്ഠവുമായ തിരുനാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ ലൈവിൽ കൂടി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിടുതലും ആശ്വാസവും ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ ചിന്ത എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്നവനെ കാരാഗ്രഹത്തിൽ ഒതുക്കിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇന്ന് രാത്രികാലത്തെ ചിന്ത. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ രോഗമെന്ന കാരാഗ്രഹം, സാമ്പത്തിക പരാജയം എന്ന കാരാഗ്രഹം, ജോലി സാധ്യത എന്ന കാരാഗ്രഹം, മറ്റ് പലവിധമാകുന്ന സാഹചര്യങ്ങളാലുള്ള കാരാഗ്രഹത്തിന് ഒതുക്കിക്കളയാൻ കഴിയത്തില്ല എന്ന വ്യക്തമായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ ചില മണിക്കൂറുകളിലേക്ക് അല്ലെങ്കിൽ ചില ദിവസങ്ങളിലേക്ക് ശത്രുവിന് ഒതുക്കാൻ കഴിയുമായിരിക്കാം. എന്നാൽ പ്രാർത്ഥനയുടെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനെ പിശാചിന് എന്നേക്കുമായി ഒതുക്കിക്കളയാൻ കഴിയത്തില്ല എന്ന് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതിനാധാരമായി 12-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങലകൾ കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. ഇവിടെ തിരുവചനത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്ന ഒരു സാഹചര്യം. കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നതിന് കാരണം മറ്റൊന്നുമല്ല, പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ദൈവജനത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് കണ്ടുകൊണ്ടാണ് പത്രോസിനെ കാരാഗ്രഹത്തിന് അകത്തളത്തിൽ ഒതുക്കുവാനിടയായി തീർന്നത്. 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ ചിന്ത ഇങ്ങനെ ചിന്തിക്കുന്നു. 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിനാണ് കൈനീട്ടി. സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവർ വാളുകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. ഇപ്പൊ യാക്കോബിനെ കൊന്നത് കണ്ട് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടപ്പോൾ ആമേൻ ഹെരോദാവ് പത്രോസിനെയും പിടിച്ച് കാരാഗ്രഹത്തിനകത്തളത്തിൽ ഒതുക്കുവാനിടയായി തീർന്നു. എന്നാൽ പത്രോസിനെ കാരാഗ്രഹത്തിനുള്ളറയിൽ ഒതുക്കിയെങ്കിലും പ്രാർത്ഥിക്കുന്ന പത്രോസിനെ കൊല്ലാനോ തകർക്കാനോ ദൈവം അനുവദിക്കാതെ ആ രാത്രിയിൽ തന്നെ പ്രാർത്ഥനയുടെ ഫലമായി ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി വരുവാനിടയായി തീർന്നു. ദൈവിക വെളിപ്പാട് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ നിങ്ങളെ ഒരിക്കലും കാരാഗ്രഹത്തിൽ ഒതുക്കാൻ ശത്രു അനുവദിക്കുന്ന ദൈവമല്ല. അത് രോഗമെന്ന കാരാഗ്രഹം ആയിക്കോട്ടെ, സാമ്പത്തിക പരാജയം എന്ന കാരാഗ്രഹം ആയിക്കോട്ടെ, ആമി ഭവനത്തിന്റെ അകത്തളത്തിൽ ഉള്ള കാരാഗ്രഹം എന്ന സാഹചര്യം ആയിക്കോട്ടെ, ഏത് സാഹചര്യമാണെങ്കിലും ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിന്നെ കാരാഗ്രഹത്തിൽ ഒതുക്കാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ചില പീരീഡുകളിൽ ഒരുപക്ഷെ ശത്രു നമ്മെ ഒതുക്കിയേക്കാം. എന്നാൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ സഭയുടെ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവാത്മാവ് അവിടുന്ന് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരുക്കപ്പെട്ട നമ്മുടെ പ്രാർത്ഥന എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. സഭ എന്ന് പറയുമ്പോൾ വേർതിരിക്കപ്പെട്ട കൂട്ടം എന്നാണ്. 4 ചുറ്റും മതിൽക്കെട്ടിനകത്ത് ഇരുന്ന് ആ മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. സഭ എന്ന് പറയുമ്പോൾ വേർതിരിക്കപ്പെട്ട കൂട്ടം എന്നുള്ളതാണ്. അപ്പൊ വേർതിരിക്കപ്പെട്ട നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കാരാഗ്രഹത്തിന്, ശത്രുവെന്ന കാരാഗ്രഹത്തിന് എന്നേക്കുമായി എന്നെ നിങ്ങളെ ഒതുക്കാൻ കഴിയത്തില്ല. കാരാഗ്രഹത്തിൽ നിന്ന് അവൻ പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീരും.
ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൂതൻ പത്രോസിന്റെ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന് അവന്റെ വിലാപ്പുറത്തു തട്ടി അവനെ ഉണർത്തി. അവൻ ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് അഴിഞ്ഞുപോയി. അവൻ പ്രിയ ദൈവമേ, നിങ്ങളെ ബന്ധിക്കുന്ന ബന്ധനം അത് ഏതുവിധമായ ബന്ധനമായിക്കോട്ടെ, പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകുമ്പോൾ നിന്റെ കൈമേൽ ബന്ധിച്ചിരിക്കുന്ന നിന്റെ ചങ്ങലകളെ അഴിക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവ്. ചങ്ങലകളെ അഴിച്ചാൽ പുറത്തു വരണമെങ്കിൽ പിന്നെ ചില ദൗത്യം കൂടി ഉണ്ട്. ദൂതൻ പത്രോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ അര കെട്ടണം, ഏപ്പാടി പോകരുത്, തളർന്നു പോകരുത്. ഏപ്പാടി പോകരുത് എന്ന് പറഞ്ഞാൽ നീ തളർന്നു പോകരുത്, നീ ക്ഷീണിതനായി പോകരുത്, പരാജയപ്പെട്ടു പോകരുത്, പ്രതികൂലത്തിന്റെ നടുവിൽ നീ പരാജയപ്പെട്ടു പോകരുത്. നീ അരകെട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യം നീ സംഭരിക്കണം, ചെരുപ്പിട്ട് മുറുക്കണം. ദുർഘട മേടുകളിൽ കൂടിയാണ് തുടർന്നുള്ള യാത്രകൾ. കല്ലും മുള്ളും നിറഞ്ഞിരിക്കുന്ന പാതകളിൽ കൂടിയാണ് തുടർന്ന് യാത്ര ചെയ്യുവാനുള്ളത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്ന ചെരുപ്പിനെ നിന്റെ കാലിന് രക്ഷയ്ക്കായിട്ട് നീ അണിയുവാൻ തക്കവണ്ണമുള്ളതായി തീരണം. മാത്രമല്ല പിന്നെ പറയുന്നുണ്ട്, നിന്റെ വസ്ത്രം നീ പുതയ്ക്കണം. വസ്ത്രം എന്ന് പറയുന്നത് കാരാഗ്രഹത്തിൽ നീ പുതച്ച പുതപ്പിനെ കുറിച്ചല്ല പറയുന്നത്. ആ തേജസ്സിന്റെ വസ്ത്രം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വസ്ത്രം, ആ വസ്ത്രത്തെ നീ ഒന്ന് പുതയ്ക്കണം. പുതച്ച് കഴിയുമ്പോൾ കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ, പ്രതികൂലത്തിന്റെ അകത്തളത്തിൽ ആയിരിക്കുമ്പോൾ നിരാശപ്പെട്ടു പോകാതെ, പാടിപ്പോകുവാൻ അനുവദിക്കാതെ ധൈര്യം സംഭരിച്ച ദുർഘട മേളുകളിൽ കൂടിയാണ് യാത്ര എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിൽ മുന്നേറുവാനുള്ള ശക്തി ധരിച്ചുകൊണ്ട്, ആ തേജസ്സിന്റെ വസ്ത്രം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ നിന്റെ കാരാഗ്രഹം എന്താണെങ്കിലും, അവിടെ തിരുവചനം പറയുന്നു, കാരാഗ്രഹം ഒന്നാം കാവലും രണ്ടാം കാവലും പട്ടണത്തിന്റെ ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ളതായി തീരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ ഭവനത്തിന്റെ അകത്തളത്തിലുള്ള പ്രതികൂലം, നിന്റെ ദേശത്തിന്റെ നടുവിലുള്ള പ്രതികൂലം, നിന്റെ പട്ടണത്തിൽ നീ അനുഭവിക്കുന്ന പ്രതികൂലം, അതിനെ സ്വതവേ സർവശക്തനായ ദൈവം തുറന്ന് പുറത്തു കൊണ്ടുവന്ന് നിന്നെ മാനിക്കുവാൻ തക്കവണ്ണമുള്ളതായി തീരും. നീ അനുഭവിക്കുന്ന ഏത് പ്രതികൂലമാണെങ്കിലും, ഏത് പ്രതിസന്ധികളാണെങ്കിലും ധൈര്യം ചോർന്നു പോകാതെ, വിശ്വാസം ചോർന്നു പോകാതെ, പ്രത്യാശ ചോർന്നു പോകാതെ ആ ദൈവസന്നിധിയിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാകുമ്പോൾ നിനക്ക് വേണ്ടി കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. നിന്നെ ഒതുക്കിയത് ആരാണോ, നിന്നെ പരാജയപ്പെടുത്തിയത് ആരാണോ, നിന്നെ തകർക്കാൻ പദ്ധതി ഒരുക്കിയത് ആരാണോ, അവരെ ദൈവാത്മാവ് ഉന്മൂലനാശം ചെയ്യുവാനിടയായി തീരും. അതിന് തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അതേ അധ്യായത്തിന്റെ 21 വാക്യത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ഹേരോദാവ് രാജവസ്ത്രം ധരിച്ച ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഈ മനുഷ്യന്റെ ശബ്ദം ഒരു ദേവന്റെ ശബ്ദം അത്രയെന്ന് ജനം ആർത്തു. അവൻ ദൈവത്തിനും മഹത്വം കൊടുക്കായാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്കിരയായി മാറി. ചില വാക്യങ്ങൾ കഴിയുമ്പോൾ, ചില റെഫറൻസുകൾ കഴിയുമ്പോൾ, കാരാഗ്രഹത്തിൽ നിനക്ക് പ്രാർത്ഥിച്ച നിന്റെ അടുക്കൽ വന്ന അതേ ദൂതൻ ചില വാക്യങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ നിന്നെ കാരാഗ്രഹത്തിൽ ഇടാൻ കൽപ്പന പുറപ്പെടുവിച്ചവൻ ആരാണോ, അത് ഏത് ഹെരോദ രാജാവാണോ, അവനെ ഉന്മൂലനാശം ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവം. നിന്നെ തകർക്കാൻ പദ്ധതി ഒരുക്കി, നിന്നെ പരാജയപ്പെടുത്താൻ, നിന്നെ ഒതുക്കിക്കളയാൻ, നിന്നെ കാരാഗ്രഹത്തിലാക്കുവാൻ ആര് തീരുമാനമെടുത്തോ, അത് 21 വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, ആ വ്യക്തിയെ ദൈവം, ജനം പ്രശംസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം അവനെ കൃമിക്കിരയാക്കി മാറ്റുവാനിടയായി തീർന്നു. നിന്നെ തകർക്കുവാൻ നോക്കുന്ന, നിന്നെ പരാജയപ്പെടുത്തുവാൻ നോക്കുന്ന, നിന്നെ ഉന്മൂലനാശം ചെയ്യുവാൻ നോക്കുന്ന ആ വ്യക്തി ആരായാലും അത് ഏത് സാഹചര്യമാണെങ്കിലും അതിനെ ഉന്മൂലനാശം ചെയ്ത് നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്റെ കാരാഗ്രഹത്തെ സ്വതവേ തുറന്ന് നിന്നെ മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവം. ആ ദൈവത്തെ ഇന്ന് രാത്രികാലം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം.
നിന്റെ പ്രതികൂലത്തെ അഴിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിനക്കെതിരായി നിൽക്കുന്ന വ്യക്തിയെ ഉന്മൂലനാശം ചെയ്ത് നിന്നെ മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവം. നിന്റെ വിഷയം എന്തുമായിക്കോട്ടെ, ധൈര്യം ചോർന്നു പോകാതെ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.